നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് മൂഡ് സ്വിംഗ് എന്ന് നമുക്ക് നോക്കാം. മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ മനോഭാവത്തിലെ പെട്ടെന്നുള്ള മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരാൾക്ക് ചിലപ്പോൾ സന്തോഷം, ഉത്സാഹം, ആവേശം ഇവയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറിയ ഇടവേളകൾക്ക് ശേഷം ദുഃഖം, കോപം, നിരാശ തുടങ്ങിയ ഭാവങ്ങളിലേക്ക് മാറുന്ന ഒരു രീതിയാണ് മൂഡ് സ്വിംഗ്. മൂഡ് സ്വിങ്ങിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെ? പെട്ടെന്ന് ഭാവത്തിൽ വരുന്ന മാറ്റം. അത് കാരണം ചിലപ്പോൾ വ്യക്തമാകാതിരിക്കുകയും ചെറിയ കാര്യങ്ങൾ പോലും വലിയ തോതിൽ മനോഭാവം മാറ്റമുണ്ടാകുകയും ചെയ്യുന്നു. മൂഡ് സ്വിംഗ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് കൗമാരത്തിൽ, ഗർഭകാലത്ത്, മെനോപോസ് സമയത്ത്, ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് കാരണം. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ആഹാര രീതികളിലെ പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും കാരണങ്ങളാണ്. ചെറിയ തോതിൽ എല്ലാവർക്കും സാധാരണ ജീവിതത്തിൽ മൂഡ് സ്വിംഗ് ഉണ്ടാകാറുണ്ട്. എന്നാൽ വലിയ തോതിൽ വളരെയധികം നിയന്ത്രിക്കാനാകാത്ത വിധം മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. മൂഡ് സ്വിംഗ് സാധാരണയായി ഒരു രോഗാവസ്ഥയല്ല, പക്ഷേ അത് രോഗത്തിൻ്റെ ലക്ഷണമായി ചിലപ്പോൾ കാണപ്പെടുന്നു. ജീവിതത്തിലെ സമ്മർദ്ദം, ഹോർമോൺ മാറ്റങ്ങൾ, ഉറക്കം കുറവ്, ശരിയായ ഭക്ഷണം കിട്ടാതെ മുതലായ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ അത് ഒരു രോഗമല്ല, സ്വാഭാവിക പ്രതികരണം മാത്രം. ചിലപ്പോൾ മൂഡ് സ്വിംഗ് വളരെ സ്ഥിരമായി, വളരെ ശക്തിയായി ഉണ്ടാകുമ്പോൾ അത് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി വരുന്നു. ബൈപോളാർ ഡിസോർഡർ എന്ന അവസ്ഥയിൽ ഒരിക്കൽ അതിയായ സന്തോഷം അല്ലെങ്കിൽ ആവേശം ഉണ്ടായതിന് ശേഷം അതിയായ വിഷാദം, ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ തോതിൽ വികാരമാറ്റം ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നത് ഭയം, അസ്വസ്ഥത, കോപം എന്നിവയിൽ പെട്ടെന്ന് ആൾ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇവ തിരിച്ചറിയാനുള്ള സൂചനകൾ എന്തൊക്കെയാണ്? മൂഡ് സ്വിംഗ് വളരെയധികം ആവർത്തിക്കുന്നു. ചെറുതായ കാര്യങ്ങൾക്കും അതിയായ വികാരമാറ്റവും ദിനചര്യയെയും ബന്ധങ്ങളെയും ജോലിയെയും പഠനത്തെയും വരെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇവ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരാൾക്ക് ഇടയ്ക്കിടെ മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും അതിയായ രീതിയിൽ ആവർത്തിച്ച ദിനചര്യയെ ബാധിക്കുന്നുവെങ്കിൽ അത് രോഗാവസ്ഥ തന്നെയാണ്. സാധാരണ മൂഡ് സ്വിങ്ങിനും രോഗാവസ്ഥയായ മൂഡ് സ്വിങ്ങിനും ഉള്ള വ്യത്യാസം എന്താണ്? സാധാരണ മൂഡ് സ്വിങ്ങിൻ്റെ പ്രഭാവം താൽക്കാലികമാണ്. ജീവിതത്തെയോ ബന്ധങ്ങളെയോ അത് വലുതായി ബാധിക്കുന്നില്ല. വിശ്രമം, നല്ല ഉറക്കം, ഭക്ഷണം, സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നിവ കൊണ്ട് അത് ഭേദപ്പെടും. എന്നാൽ ക്ലിനിക്കൽ മൂഡ് സ്വിംഗ് ജോലി, പഠനം, ബന്ധങ്ങൾ, ദിനചര്യ എന്നിവയെല്ലാം താറുമാറാക്കും. വിദഗ്ധരുടെ സഹായം അത്യാവശ്യമായി വരുന്നു. മൂഡ് സ്വിംഗ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. ശരീരവും മനസ്സും ശാന്തമാക്കുക, ധ്യാനം, പ്രാണായാമം എന്നിവ ചെയ്യുക. 6 മുതൽ 8 മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം മൂഡ് സ്വിംഗ് കുറയ്ക്കാൻ ഏറെ സഹായിക്കും. ഉറക്കക്കുറവ് വികാരങ്ങളിൽ വലിയ മാറ്റം വരുത്തുന്നു. കൂടുതൽ ജങ്ക് ഫുഡ്, അധികം പഞ്ചസാര, കഫീൻ എന്നിവ മൂഡ് സ്വിംഗ് കൂട്ടാൻ സഹായിക്കുന്നു. അത് വളരെ ഉപയോഗം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, ഫിഷ് പോലെയുള്ള ബ്രെയിൻ ഫ്രണ്ട്ലി ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വ്യായാമം ചെയ്യുക, നിങ്ങളുടെ വികാരങ്ങൾ എഴുതി വയ്ക്കുക, സംഗീതം കേൾക്കുക, ചിത്രരചന പോലെയുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുക. അതൊക്കെ ഉള്ളിലെ സമ്മർദ്ദം നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. വിശ്വസിക്കാവുന്ന ആളുകളോട് സംസാരിക്കുക. ഒറ്റപ്പെടൽ മൂഡ് സ്വിങ്ങിനെ വഷളാക്കുന്നു. മദ്യപാനം, പുകവലി, ഡ്രഗ്സ് എന്നിവയും മൂഡ് സ്വിങ്ങിനെ കൂടുതൽ വഷളാക്കും. മൂഡ് സ്വിംഗ് വളരെയധികം ആവർത്തിക്കുന്നു, ദിനചര്യകളെ ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കേണ്ടത് ആണ്. അവർ കൗൺസിലിംഗ്, ചിലപ്പോൾ മരുന്ന് വഴിയും ഒക്കെ നിങ്ങളെ സഹായിക്കും. അത് തീർച്ചയായും ഡോക്ടർ പറയുന്നത് അനുസരിക്കുകയും കഴിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ചെറുതായി ഉണ്ടാകുന്ന മൂഡ് സ്വിംഗ് സ്വയം നിയന്ത്രിക്കാനാകും. പക്ഷേ നീണ്ടു നിൽക്കുന്ന വളരെ ശക്തമായ മൂഡ് സ്വിംഗ് വന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർക്കുക. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.